ഹായ്, എൻ്റെ പേര് ഡെറിച്ചോ തോമസ്. എൻ്റെ അപ്പയുടെ പേര് തോമസ് വി ജോസഫ്, അമ്മയുടെ പേര് സിന്ധു തോമസ്, അച്ചാച്ചൻ്റെ പേര് ഡോൺചോ തോമസ്. ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ പേരൻസിനെ കുറിച്ചും എൻ്റെ ബ്രദറിനെ കുറിച്ചും പറയുകയാണെങ്കിൽ ദ ത്രീ ആർ ഗിഫ്റ്റഡ് ഫ്രം ഗോഡ്. അവർ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു വിലയേറിയ സമ്മാനങ്ങളായിട്ടാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത്. കാരണം എൻ്റെ ഏത് കാര്യത്തിനായാലും, പാട്ടിൻ്റെ കാര്യത്തിനായാലും, പഠിത്തത്തിൻ്റെ കാര്യത്തിലായാലും, മറ്റെന്തെങ്കിലും സ്പെഷ്യൽ ആക്ടിവിറ്റീസിൻ്റെ കാര്യത്തിലൊക്കെ ആയാലും ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുള്ളത് പേരൻസും പിന്നെ എൻ്റെ അച്ചാച്ചനുമാണ്. അപ്പം ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ ഒക്കെ ഫോണിൽ ഇങ്ങനെ എന്നെ പാട്ട് കേൾപ്പിക്കും. ചിലപ്പോൾ അപ്പയും കൂടെ പാടും. അങ്ങനെ കേട്ടാണ് ഇങ്ങനെ ഈ പാട്ടുകളൊക്കെ പാടി. അന്നേരം അപ്പ എന്നോട് പറയും, മോനെ കുഞ്ഞ് ഈ പാട്ട് പഠിക്കുവാണെങ്കിൽ നല്ലതാ, അപ്പയ്ക്ക് ഈ പാട്ട് ഒത്തിരി ഇഷ്ടമാണ്, അത് കുഞ്ഞും പഠിക്കണം, അത് അപ്പയുടെ ഒരു ആഗ്രഹമാണെന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് അങ്ങനെ വീട്ടിൽ വെച്ച് തന്നെ എനിക്ക് ഫുൾ സപ്പോർട്ട് അപ്പ എനിക്ക് തരാറുണ്ട്. എന്തുള്ളൂ ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ, ഞാനും എൻ കുടുംബവും എന്തുള്ളൂ, ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ, എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ, ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ, എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ, ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ, ഞാനും എൻ കുടുംബവും എന്തുള്ളൂ, ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ, ഞാനും എൻ കുടുംബവും എന്തുള്ളൂ, ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ, എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ, ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ, എന്തുള്ളൂ. എൻ്റെ പേര് സിന്ധു, ഹസ്ബൻഡിൻ്റെ പേര് തോമസ്. ഡെറിക്കിൻ്റെ അപ്പ ഇവിടെ ഇല്ല, പുള്ളി ദുബൈയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ 10 വർഷമായിട്ട് വിശാഖപട്ടണത്തായിരുന്നു. വിശാഖപട്ടണത്ത് നിന്ന് ഞങ്ങൾ നാട്ടിൽ വന്നു. ഇപ്പം ഞങ്ങൾ മൈലപ്ര സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത്, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ. ഞങ്ങളുടെയൊക്കെ 2 മക്കളാണ്. മൂത്ത മകൻ ഡോൺ, രണ്ടാമത്തെ മോൻ ഡെറിക്ക്. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡെറിക്ക് ഒരു സ്പെഷ്യൽ ചൈൽഡാണ്. ഇറ്റ്സ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ്. ഡെറിക്ക് ഉണ്ടായപ്പം മുതൽ തന്നെ ഞങ്ങൾക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. 7-ാം മാസത്തിലാണ് ഡെറിക്കിൻ്റെ ജനനം. 2002 ഡെറിക്ക് ഉണ്ടായിരിക്കുന്നത്. 7-ാം മാസത്തിലെ ജനനം എന്ന് പറഞ്ഞാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രീടൈം ബേബിയാണ് അവന്. 2 പേരായിരുന്നു. ഡെറിക്കിൻ്റെ കൂടെ എനിക്ക് വേറൊരു കുഞ്ഞും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ കുഞ്ഞൊരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നഷ്ടമായി. പിന്നെ ജനനത്തോടുകൂടി ഡെറിക്കിന് ഒത്തിരിയും പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഡെറിക്കിന് 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഫുൾ ബോഡി ഇൻഫെക്ഷനായി, ബ്ലഡൊക്കെ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യേണ്ടി വന്നു. പിന്നെ അവിടുന്ന് ഒരു 14 ഡേയ്സ് ഇൻക്യുബേറ്ററിലുണ്ടായിരുന്നു. അപ്പോൾ ഇൻക്യുബേറ്ററിൽ വെച്ചതിൻ്റെ പ്രോബ്ലം കൊണ്ടാണ്, കുഞ്ഞിന് ഓക്സിജൻ ലെവൽ കൂടിയത് കൊണ്ടാണ് കണ്ണിനൊരു പ്രോബ്ലം ഉണ്ടായതെന്നാണ് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായത്. പക്ഷേ ആദ്യമൊന്നും ഞങ്ങൾക്കൊന്നും അറിയത്തില്ലായിരുന്നു. അവൻ ആക്റ്റീവായിരുന്നു. ഉണ്ടായപ്പോൾ ഞങ്ങൾക്ക് 1 കിലോ എങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ കുഞ്ഞിൻ്റെ വെയിറ്റ് തന്നെ. അത് കഴിഞ്ഞിട്ടാണ് വിത്തിൻ 1 മന്ത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 ഫീഡിങ് ആയിരുന്നു. 1 മന്ത് കൊണ്ടാണ് കുഞ്ഞിന് 3 kg വെയിറ്റ് വന്നതും, പിന്നാണെങ്കിൽ കുഞ്ഞൊരു നോർമൽ ഒരു വെയിറ്റിലോട്ട് വന്നതും, നോർമൽ രീതിയിൽ കുഞ്ഞ് ഫീഡെടുക്കാൻ തുടങ്ങിയതുമെല്ലാം. അവിടെ മുതൽ ഓരോ കാര്യങ്ങൾക്ക് ഇങ്ങനെ അവന് ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങളായിരുന്നു.
എന്നും അസുഖങ്ങൾ വരും, പനി വരും, വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരും. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളിങ്ങനെ അവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 വയസ്സ് വരെ ഞങ്ങളിങ്ങനെ അവൻ്റെ സ്കൂളിൻ്റെ കാര്യങ്ങളൊന്നും അന്വേഷിച്ചിരുന്നില്ല. 4 വയസ്സായപ്പോഴാണ് ശരിക്കും സ്കൂളിൽ വിടുന്ന കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് തുടങ്ങിയത്. 4 വയസ്സായപ്പോഴത്തേക്കും ഞങ്ങൾ തൃശ്ശൂരുള്ള JMJ സ്കൂള് അത്താണി എന്ന് പറയുന്ന സ്ഥലത്ത് അവനെ കൊണ്ടുവന്ന് LKGയിൽ അഡ്മിഷൻ എടുക്കുകയും അവിടെ കൊണ്ടുവന്ന് ചേർക്കുകയും ചെയ്തു. അവിടെ വെച്ചാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. ഒരു പ്രാർത്ഥനയും പിന്നാണെങ്കിൽ മറ്റുള്ള കുഞ്ഞുങ്ങളെ നോക്കി അവൻ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് വളരാനുള്ള ഒരു സാഹചര്യം അവിടെ നിന്ന് കിട്ടി. അവിടെ ഒരു ടീച്ചറുണ്ടായിരുന്നു, അവൻ്റെ ഒരു ഗുവാൻ ടീച്ചർ. ഇപ്പം ഇല്ല, ടീച്ചർ മരിച്ചുപോയി. ആ ടീച്ചർ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ അവിടെയുള്ള സിസ്റ്റർ, പിന്നെ കെയർ ടേക്കേഴ്സ്, മറ്റുള്ള കുഞ്ഞുങ്ങൾ, അവരെല്ലാം നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ഒരു വർഷമേ അവിടെ തുടരാൻ കഴിഞ്ഞുള്ളൂ. LKG കഴിഞ്ഞു. പിന്നെ അവൻ പഠിച്ചത് തിരുവനന്തപുരം ക്രൈസ്റ്റ് നഗർ സ്കൂളിലാണ് UKGയും ഫസ്റ്റ് സ്റ്റാൻഡേർഡും പഠിച്ചത്. അവിടെയും ഇത് തന്നെയായിരുന്നു. അവിടെയും സ്കൂളിലെല്ലാം നല്ല സപ്പോർട്ടായിരുന്നു. ടീച്ചേഴ്സും അച്ഛനും ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അവിടെ പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കാനായിട്ട് അവന് കൊച്ചിലെ മുതലേ പാട്ടിനോട് വലിയൊരു ഇഷ്ടമുണ്ടായിരുന്നു. പാടാനായിട്ടും അതുപോലെ ഒരു കീബോർഡ്, ചെറിയൊരു പിയാനോ പോലത്തെ ഒരു സാധനം അവന് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. ഹസ്ബൻഡ് ഒരു ഫ്രണ്ട് കുഞ്ഞിന് ഇഷ്ടമുണ്ട്, ഇങ്ങനെ മ്യൂസിക്കിനോട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അവനൊരു ഗിഫ്റ്റ് കൊടുത്താണ് ഒരു കൊച്ചു കീബോർഡ്. അപ്പോൾ അവൻ അതിലിങ്ങനെ പ്ലേ ചെയ്ത് അവനത് കീബോർഡിൽ കുറച്ച് പാട്ടുകളൊക്കെ ഇങ്ങനെ പഠിക്കുകയും, പഠിക്കുന്നതിന് മുമ്പ് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂത്ത ആളാണ് കീബോർഡ് പഠിച്ചിട്ടുള്ളത്. അവനാണ് കുഞ്ഞിനെ ഇങ്ങനെ കൈ പിടിച്ച് സരിഗമയൊക്കെ പാടിപ്പിച്ച് അവനെയും കൊണ്ട് കീബോർഡിൽ പ്രാക്ടീസ് ചെയ്യിക്കുകയും, അങ്ങനെ കുറച്ച് പാട്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അതിൽ വായിക്കാനുള്ള ഒരു കഴിവൊക്കെ ആയി. അങ്ങനെ സ്കൂളിൽ പ്രോഗ്രാമൊക്കെ ചെയ്തു. UKGയിൽ പഠിക്കുമ്പോഴാണ് സ്കൂളിൽ ആനുവൽ ഡേക്ക് അവൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും സ്കൂളിലും ചെറിയ കോമ്പറ്റീഷനിൽ പാട്ട് മത്സരങ്ങളിലൊക്കെ അവൻ പങ്കെടുക്കുകയും സമ്മാനം വാങ്ങിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഉത്തമ കൂട്ടാളിയായി ആശ്രയിപ്പാനും പങ്കിടുവാനും നല്ലൊരു സഖിയാണവൻ. ആശ്രയിപ്പാനും പങ്കിടുവാനും നല്ലൊരു സഖിയാണവൻ. ഇനിമേൽ ദാസന്മാരല്ല, ദൈവത്തിൻ സ്നേഹിതർ നാം. ഇനിമേൽ ദാസന്മാരല്ല, ദൈവത്തിൻ സ്നേഹിതർ നാം. എന്നുറച്ചെയ്തവൻ നമ്മുടെ മിത്രമായി നമുക്ക് ജീവനെ തന്നവൻ. എന്നുറച്ചെയ്തവൻ നമ്മുടെ മിത്രമായി നമുക്ക് ജീവനെ തന്നവൻ. അകലാത്ത സ്നേഹിതൻ, ഉത്തമ കൂട്ടാളിയായി ആശ്രയിപ്പാനും പങ്കിടുവാനും നല്ലൊരു സഖിയാണവൻ. ഞങ്ങൾ തിരുവനന്തപുരത്ത് മർത്തോമ പള്ളിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നന്തൻകോടുള്ള ചർച്ചിലായിരുന്നു. അവിടുത്തെ പള്ളിയിൽ സാജനച്ചൻ എന്ന് പറഞ്ഞ അച്ഛനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അച്ഛന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡെറിക്കിന് ബൈബിളിനോടുള്ള ഒരു ഇഷ്ടം വന്നത് അച്ഛൻ ത്രൂ ആണ്. അച്ഛനാണ് കുഞ്ഞിന് ആദ്യമായിട്ടൊരു
ഓഡിയോ ബൈബിള് സമ്മാനമായിട്ട് കൊടുക്കുകയും, കാരണം ബൈബിൾ സൊസൈറ്റിയുടെ ആൾക്കാരെ പള്ളി വിസിറ്റ് ചെയ്തപ്പോൾ അവിടെ ഒരു ഓഡിയോ ബൈബിള് പള്ളിക്ക് കൊടുക്കുകയും, ആ പള്ളിയിൽ നിന്ന് അച്ഛനാണ് ഇതിന് ഓഡിയോ ബൈബിള് കേൾക്കാനായിട്ട് അർഹതയുള്ള ഒരാൾ ഡെറിക്കാണെന്ന് കണ്ടുപിടിക്കുകയും എന്നിട്ട് ആ ബൈബിള് കുഞ്ഞിന് അത് ഗിഫ്റ്റ് ചെയ്യുകയും ചെയ്തു. അവന് ബൈബിളിനോടുള്ള ഇൻട്രസ്റ്റ് അന്ന് അച്ഛൻ ആ ബൈബിൾ കൊടുത്തപ്പോൾ മുതലേ അവന് ബൈബിളിനോടുള്ള ഇൻട്രസ്റ്റ് നല്ലതായിട്ടുണ്ടായിരുന്നു. അത് അവന് കുറച്ച് നേരം കിട്ടുമ്പോൾ തന്നെ അവന് ബൈബിൾ കേൾക്കാനായിട്ട് കൂടുതൽ സമയം ചിലവഴിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഒരു അധ്യായങ്ങൾ കേട്ടു, 2 ദിവസം ആകുമ്പോഴത്തേക്ക് അത് കൂടുതലിലോട്ട് മാറി. അങ്ങനെ അത് കുറേ നേരം അവന് ഒഴിവുള്ള സമയം മുഴുവനും ഇരുന്ന് ബൈബിൾ കേൾക്കാനായിട്ട് അവന് കൂടുതൽ സമയം ചിലവഴിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ടാണ് ആ ബൈബിളിലെ ഓരോ വാക്യങ്ങളും എവിടെയുള്ളതാണ്, ഇത് എവിടുന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ന അധ്യായത്തിൽ ഇന്ന വാക്കാണെന്ന് പറയാൻ തക്കവണ്ണം അത് അത്രമാത്രം അവൻ ബൈബിൾ ഹൃദിസ്ഥമാക്കി. നല്ല രീതിയിൽ ബൈബിളിലെ ഏത് വാക്യം എവിടുന്ന് ചോദിച്ചാലും പറയാനുള്ള ഒരു കഴിവ് തമ്പുരാൻ അവന് കൊടുത്തു. അത് നല്ലൊരു രീതിയിൽ അവൻ പഠിച്ച് അത് മുമ്പോട്ട് കൊണ്ടുവന്നു. ഇന്ന് വരെയും അവൻ ഒരു ദിവസം പോലും ബൈബിൾ കേൾക്കാതെ കിടക്കത്തില്ല. എല്ലാ ദിവസവും ബൈബിൾ കേൾക്കും. അത് ഒരു ഭാഗമൊന്നും എടുത്തു കഴിഞ്ഞാൽ അത് തീരാതെ ഉറങ്ങത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് അവൻ്റെ കാര്യം. എന്നും ബൈബിൾ കേൾക്കണം, ബൈബിൾ കേൾക്കുകയും വേണം. അതും മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാനായിട്ടും അവന് ഇൻട്രസ്റ്റാണ്. അതിൽ നിന്ന് ജീവിതത്തിൽ എങ്ങനെയാണ് അത് ഓരോ പാഠങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, അത് ഇന്ന ഭാഗത്താണ് ഇന്ന കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ജീവിതത്തിന് അത് ഇതാണ് വേണ്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം അവൻ ബൈബിൾ ത്രൂ ആണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്കും പറഞ്ഞു തരും, ഇന്ന് ഞാൻ ഇന്ന വാക്കുകളാണ് കേട്ടത്, ഇന്നതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്, അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ജീവിതത്തിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മളെയും പഠിപ്പിക്കും. അതുപോലെ തന്നെ പാട്ടായാലും കീബോർഡിലെ പാട്ട് വായിക്കുന്നതിനാണെങ്കിലും അവൻ കീബോർഡ് പഠിച്ചിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സ്വയമേ കീബോർഡ് ചെറിയ മ്യൂസിക് ഇട്ട് പഠിച്ച് ഈ ഒരു ലെവലിലായതാണ്. ആരും അവനെ ഇതുവരെയും കീബോർഡ് പഠിപ്പിച്ചിട്ടില്ല.
എൻ്റെ ആത്മീയ അനുഭവങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ആത്മീയ ഗുരു അല്ലെങ്കിൽ ഒരു ആത്മീയ പിതാവെന്ന് പറയുന്നത് സാജൻ ബി മാത്യു അച്ഛനാണ്. ഞാൻ UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഓർമ്മയിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു അച്ഛൻ എനിക്ക് ന്യൂ ടെസ്റ്റ്മെൻ്റ് ഒരു ഓഡിയോ ബൈബിള്, അന്ന് എനിക്ക് ഓൾഡ് ടെസ്റ്റ്മെൻ്റ് എന്താണെന്ന് ന്യൂ ടെസ്റ്റ്മെൻ്റ് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല, സുവിശേഷം പോലും എനിക്കറിയത്തില്ല. ആ സമയത്ത് അച്ഛൻ എനിക്ക് ഗിഫ്റ്റഡായിട്ട് എനിക്കൊരു ഒരു ഒരു പുതിയ നിയമം ഓഡിയോ ബൈബിൾ എൻ്റെ കയ്യിൽ തന്നു. അങ്ങനെ പുതിയ നിയമം പഠിച്ചു വരുന്ന അവസരത്തിൽ ഈ സ്പിരിച്വൽ എക്സ്പീരിയൻസിനെ കുറിച്ച് പിന്നെയും കുറച്ചും കൂടി പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഡൗട്ടുകളുണ്ടായിരുന്നു. ഈ ന്യൂ ടെസ്റ്റ്മെൻ്റ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് വാക്യങ്ങൾ പഴയ നിയമത്തിലൊന്നും ഒരുപാട് വാക്യങ്ങൾ ഉദ്ധരിക്കപ്പെടുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പം ഞാനിങ്ങനെ അമ്മയോട് ചോദിച്ചു, അമ്മ ഈ ചില വാക്യങ്ങളൊക്കെ ഇത് യേശയ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് ചില വാക്യങ്ങൾ പറയുന്നുണ്ട്, ഈ യേശയ്യാ പ്രവാചകൻ ആരാ അല്ലെങ്കിൽ യെരമ്യാ പ്രവാചകൻ ആരാ എന്നിങ്ങനെ ഒരുപാട് സംശയങ്ങൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉരുത്തിരിയാനായിട്ട് തുടങ്ങി. അപ്പോൾ അമ്മ എനിക്ക് ഇതുപോലെ പറഞ്ഞു തന്നു, മോനെ അത് നമ്മുടെ പഴയ നിയമത്തിലെ പ്രവാചകന്മാരാണ്, അവരെയാണ് ഈ യെശയ്യാവ്, യെരമ്യാവ്, ദാനിയേൽ എന്നൊക്കെ പറയുന്നതെന്ന് അമ്മ എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെ എൻ്റെ ഒരു 7ാം ക്ലാസ് പഠനമൊക്കെ ആയപ്പോൾ ഞാനിങ്ങനെ അമ്മയോട് ചോദിച്ചു, അമ്മ എനിക്ക് പഴയ നിയമം ഒന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ട്, അതിനെന്തെങ്കിലും ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഒരുക്കി തരാമോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ അതെനിക്ക് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു കമ്പ്യൂട്ടർ സാറ് വഴി ഒരു പഴയ നിയമം എൻ്റെ ഐപാഡിലേക്ക് കയറ്റി തന്നു. അങ്ങനെ ഇത് പഴയ നിയമം പഠിച്ചു തുടങ്ങിയപ്പോൾ ഒരുപാട് സംശയങ്ങൾ മാറി എന്ന് മാത്രമല്ല ഒരുപാട് പഠിക്കാൻ. നമ്മളിപ്പം സാധാരണ ഏത് ബുക്സ് എടുത്ത് വായിച്ചാലും അതിപ്പോൾ ഒരു സ്റ്റോറി ബുക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സയൻസ് സംബന്ധമായിട്ടുള്ള ബുക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മറ്റെന്തെങ്കിലും ജനറൽ നോളജിൻ്റെ ബുക്സ് ആയിരിക്കും. പക്ഷെ നമ്മൾ ഏത് ബുക്സ് എടുത്ത് വായിച്ചാലും നമുക്ക് ഒരു തവണ അല്ലെങ്കിൽ 2 തവണ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മടുപ്പ് തോന്നും. ശരിക്കും പറഞ്ഞാൽ ഈ വിശുദ്ധ വേദപുസ്തകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വായിക്കുന്നോറും വേദപുസ്തകത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനാണ് നമുക്ക് തോന്നുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ യൂത്ത്സിനോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ വചനം വെറുതെ വായിച്ച് വിട്ടതുകൊണ്ട് മാത്രം കാര്യമായില്ല. വചനത്തെ വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ശരിക്കും വചനത്തെ നമ്മുടെ ഒരു സ്വത്തായി തന്നെ കാണണം. പിതാവായ ദൈവം നമുക്ക് നൽകി തന്ന ഏറ്റവും വിലയേറിയ ഒരു ദാനമാണ് തിരുവചന വായന, അല്ലെ വേദപുസ്തകം എന്ന് പറയുന്നത്. അപ്പം വേദപുസ്തകത്തിലെ വചനങ്ങളെന്ന് പറയുന്നത് നമ്മളെ സൗഖ്യമാക്കുന്നത്, നമ്മളെ മാനസികമായിട്ട് നമ്മളെ സൗഖ്യമാക്കുന്നത്. ഇപ്പം 107 സങ്കീർത്തനത്തിൻ്റെ 20 വാക്യം തന്നെ അതിനൊരു എക്സാമ്പിൾ. അതിനകത്ത് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വചനം വായിച്ച് അവരെ സൗഖ്യമാക്കി അവരുടെ കുഴികളിൽ നിന്ന് അവരെ കരകയറ്റുന്നത്. അപ്പം എന്നെ കേൾക്കുന്ന എല്ലാ ചെറുപ്പക്കാരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏത് സാഹചര്യത്തിലൂടെ ആയിരിക്കും കടന്നു പോകുന്നതെന്ന് ഞാൻ അറിയുന്നില്ല, അല്ലെങ്കിൽ ഒരുപക്ഷെ അതാരും അറിയുന്നില്ലായിരിക്കും. പക്ഷേ നിങ്ങളെ കരകയറ്റാൻ തിരുവചനത്തിന് കഴിയും. പക്ഷെ നമ്മൾ വചനത്തിന് പ്രാധാന്യം കൊടുക്കണമെന്ന് മാത്രം. ഷാലോം TV പ്രേക്ഷകർക്ക് സ്നേഹവന്ദനങ്ങൾ. തൻ്റെ ജന്മന ഉള്ള പരിമിതികളെ അചഞ്ചലമായ ദൈവവിശ്വാസം കൊണ്ടും ആഴമായ പ്രാർത്ഥന കൊണ്ടും മറികടന്ന് അനേകർക്ക് പ്രചോദനാത്മകമായ ജീവിതം നയിക്കുന്ന ഒരു ബിരുദ വിദ്യാർത്ഥിയാണ് പ്രിയ ഡെറിക്. പത്തനംതിട്ട ജില്ലയിലെ കടമനിട്ട വെള്ളിയേന്തി യെരുശലേം മാർത്തോമ ഇടവകയിൽ വലിയ കാലായിൽ ശ്രീ തോമസ് ജോസഫിൻ്റെയും സിന്ധുവിൻ്റെയും 2 മക്കളിൽ ഇളയവനാണ് പ്രിയ ഡെറിക്. തൻ്റെ സഹോദരൻ ഡോണിൻ്റെയും മാതാപിതാക്കളുടെയും വല്യമ്മച്ചയുടെയും സ്നേഹ പരിചരണത്തിലും കരുതലിലും സന്തോഷകരമായ ഒരു ക്രിസ്തീയ ജീവിതം പ്രിയ പൈതൽ നയിക്കുന്നു. കാഴ്ചയുടെ പരിമിതി ഉണ്ടെങ്കിലും തൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് അത്യുജ്വലമായ വിജയം വരിക്കുവാനായിട്ട് ഇതിനോടകം ഡെറിക്കിനെ ദൈവം സഹായിച്ചിട്ടുണ്ട്.
തൻ്റെ സ്വതസിദ്ധമായ കഴിവുകൾ ഉപയോഗിച്ച് സംഗീത രംഗത്ത് ഇതിനോടകം അദ്ദേഹം മികവ് പുലർത്തുകയും അനേക ചാനലുകളിലും മറ്റും തൻ്റെ വാസനകളെ പ്രയോജനപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. തൻ്റെ ഈ കഴിവുകളൊക്കെയും ഇടവകയിൽ താൻ ഉപയോഗിക്കുന്നു. ദൈവനാമ മഹത്വത്തിനായിട്ട് ആരാധനകളിലൂടെ അദ്ദേഹം അത് പ്രയോഗിക്കുന്നു. ഇടവക ഗായക സംഘത്തിലെ ഒരു കരുത്തുറ്റ ചങ്ങല കണ്ണിയാണ് പ്രിയ ഡെറിക്ക്. ഓഡിയോ ബൈബിൾ കേട്ട് വേദപുസ്തകം മനഃപ്പാഠമാക്കുകയും തൻ്റെ പ്രാർത്ഥനയിലും മധ്യസ്ഥ പ്രാർത്ഥനയിലും പ്രസംഗത്തിലുമൊക്കെ അത് ഉപയോഗിച്ച് അനേകരെ പ്രചോദിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പള്ളി ആരാധനകളിൽ ഏറ്റവും കൃത്യതയോടുകൂടെയും ഏറ്റവും ഭയഭക്തിയോടുകൂടെയും പ്രിയ പൈതൽ പങ്കെടുത്തു വരുന്നു. അനേക കുഞ്ഞുങ്ങൾക്കും യുവജനങ്ങൾക്കുമൊക്കെയും പ്രിയ പൈതൽ മാതൃകയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 20 വർഷത്തെ തൻ്റെ ജീവിതത്തിനിടയിൽ ഇന്ത്യയിലെ വിവിധ സ്ഥലത്തും ദുബായിലുമൊക്കെയും അദ്ദേഹത്തിന് തൻ്റെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജിലെ ഒരു ബിരുദ വിദ്യാർത്ഥിയാണ്. മാതാവായ സിന്ധുവിൻ്റെ സ്നേഹ പരിചരണം ഏറെ വിലമതിക്കത്തക്കതാണ്. ഞങ്ങളുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ല നേതാവാണ് അദ്ദേഹം. യുവജനങ്ങൾക്ക് ഒരു നല്ല കൂട്ടുകാരനാണ് അദ്ദേഹം. മുതിർന്നവർക്ക് ഒരു കൊച്ചു പൈതലും ഒരു സുഹൃത്തുമാണ് അദ്ദേഹം. പ്രിയ പൈതലിൻ്റെ ജീവിതം അനേകർക്ക് മാതൃകയാണ്. ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ പ്രിയപ്പെട്ടവരും പൈതലിൻ്റെ വളർച്ചയിൽ ഏറെ സന്തോഷിക്കുന്നു. പ്രിയ ഡെറിക്കിൻ്റെ ജീവിതം അനേകർക്ക് ഒരു പ്രചോദനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെയും വലിയ യെരുശലേം മാർത്തോമ ഇടവാംഗങ്ങളുടെയും പേരിൽ എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ത്രിയേക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാ കുറവുകളും ഉണ്ടെന്ന് പറയുന്നതല്ല, എല്ലാ കഴിവുകളും അവർക്കുണ്ടെന്ന് പറഞ്ഞ് അവരെ മുമ്പിലോട്ട് കൊണ്ടുവരികയാണ് നമ്മളവരെ ചെയ്യേണ്ടത്. ഞാനെന്നുള്ളൊരു വ്യക്തി, എനിക്ക് 2 കാല്, 2 കൈ, കണ്ണ്, മൂക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. ചിലവർക്ക് അത് ദൈവം കൊടുത്തിട്ടില്ല. അത് ദൈവം അവർക്ക് ഈ സ്കില്ലില്ലെങ്കിൽ അവർക്ക് വേറെ രീതി കൂടെ അവർക്ക് അത് ഈ ലോകത്തിൽ ഒരു മെസ്സേജ് കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കാനായിട്ടാണ് ദൈവം അവരെ ഈ ലോകത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഒരിക്കലും അവരെ അവോയ്ഡ് ചെയ്യാൻ പാടില്ല. ഓരോ മാതാപിതാക്കൾക്കും അതിനുള്ള ഒരു കഴിവുണ്ട്. ഇങ്ങനെയുള്ള ഒരു കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിനെയും കൊണ്ട് എല്ലാ കഴിവുകളും ആ കുഞ്ഞിൻ്റെ എടുത്ത് പുറത്ത് കാണിക്കാൻ കഴിയും. അല്ലെങ്കിൽ അവരെ സമൂഹത്തിൻ്റെ മുമ്പിൽ ഏറ്റവും നല്ലൊരു കുഞ്ഞായിട്ട് കാണിക്കാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഇതിലാണ് ദൈവം തമ്പുരാൻ നമുക്ക് ഓരോ കുഞ്ഞുങ്ങളെയും തരുന്നത്.